പാകിസ്ഥാൻ പ്രകോപനം അവസാനിപ്പിക്കുന്നില്ല. അതായത് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ വന്ന് എന്നിട്ട് തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതിർത്തി ലംഘിച്ചില്ല. അപ്പോൾ തിരിച്ചടി വീണ്ടും ഞങ്ങൾ നടത്തും എന്ന പാകിസ്ഥാൻ്റെ മുന്നറിയിപ്പിനെ വളരെ ഗൗരവത്തോടെ ഇന്ത്യ കാണുന്നു. അതായത് നമ്മുടെ ഈ നാവിക ആസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള ആക്രമണം നടത്താം. അപ്പോൾ കൊച്ചിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് അടക്കം ഈ തുറമുഖ മേഖലകൾ വളരെയധികം ജാഗ്രത പുലർത്തണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ സമുദ്ര മൈൻ, അതായത് കടൽ മൈനുകളുടെ ഒരു പരീക്ഷണമെല്ലാം പൂർത്തിയാക്കി വെച്ചിരുന്നു. ഈ കടൽ മൈനുകൾ എന്ന് പറയുന്നത് യുദ്ധകാലത്ത് നാവികസേനയുടെ ഒരു പ്രധാന ആയുധമാണ്. ഇപ്പം നമ്മൾ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ എന്ന് പറയുന്ന അത്യന്താധുനികമായ ഈ കടലിനടിയിൽ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള മൈനുകളാണ് വികസിപ്പിച്ചെടുത്തത്. ഇതിൻ്റെ പരീക്ഷണവും നടത്തിയിരുന്നു. അതായത് മുങ്ങിക്കപ്പലുകൾ, അത്യന്താധുനിക സ്റ്റെൽത്ത് കപ്പലുകൾ എന്നിവയൊക്കെ തകർക്കാൻ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ സാധിക്കുന്നതാണ് ഈ മൈനുകളുടെ പ്രത്യേകത. അപ്പം നമ്മുടെ DRDO അതുപോലെ തന്നെ സൈനിക പരീക്ഷണ വിഭാഗം ഇവരെല്ലാം ചേർന്നാണ് ഇത്തരമൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയും അത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പം മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് മറൈൻ കപ്പലുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദ തരംഗങ്ങൾ, അതുപോലെ കാന്തിക വലയം, സമ്മർദ്ദം, അതുപോലെ തന്നെ വെള്ളത്തിനടിയിലെ കപ്പലുകളിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി തരംഗങ്ങൾ, ഇതൊക്കെ പിടിച്ചെടുക്കാനുള്ള പ്രത്യേക സെൻസറുകൾ ഈ MIGM എന്ന് പറയുന്ന സംവിധാനത്തിലുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിൽ ഒരാക്രമണത്തിനോ അല്ലെങ്കിൽ നമ്മൾക്ക് നേരെയുള്ള ഒരു പ്രകോപനത്തിനോ ശ്രമിച്ചാൽ കടൽ മൈനുകൾ ഉപയോഗിച്ചുള്ള ഒരു അറ്റാക്കാണ് നമ്മൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതിൻ്റെ സൂചനകൾ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക, അതുപോലെ ബ്രിട്ടൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ കടൽപാതയിൽ മൈനുകൾ വിക്ഷേപിച്ചു. അന്നത്തെ കണക്കനുസരിച്ച് 5 ലക്ഷം മൈനുകൾ അന്ന് ഈ കടലിൽ നിക്ഷേപിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ DRDOയുമായി ചേർന്ന് ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്, അതുപോലെ തന്നെ അപ്പോളോ മൈക്രോ സിസ്റ്റം ലിമിറ്റഡ് എന്നിവയുടെ സംയുക്ത ഒരു പരീക്ഷണ ഘട്ടം, അതിൻ്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം അത്യന്താധുനിക കടൽ മൈനുകൾ ഉള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നാവിക മേഖലയിൽ ഒരു ആക്രമണത്തിനെ ഭയക്കുന്നു. കാരണം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ അലകൾക്ക് മീതെ, അലകൾക്ക് താഴെ, അലകൾക്ക് സമാന്തരമായൊക്കെ നമ്മൾ നിലയുറപ്പിച്ചു. അപ്പം മുങ്ങിക്കപ്പലുണ്ട്, കപ്പലുണ്ട്, ഹെലികോപ്റ്ററുണ്ട്, ഏത് തരത്തിലുള്ള ആക്രമണവും ഉണ്ടാകാം. അപ്പം വ്യോമമാർഗമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഈ സിന്ദൂർ ഓപ്പറേഷൻ നടത്തിയതെങ്കിൽ ഈ വിമാനങ്ങൾ എവിടെ നിന്ന് പറന്നുയർന്നു? അത് പാകിസ്ഥാന് വലിയ സംശയമാണ്. അപ്പം നമ്മുടെ നേവിക്ക് നിർണായകമായ ചില സ്വാധീനമുണ്ടായിരുന്നു. മറ്റൊന്ന്, ഇപ്പം എതിരാളികളുടെ റഡാർ സംവിധാനത്തെയൊക്കെ കബളിപ്പിക്കുന്ന ജലോപരിതലത്തിന് മുകളിലൂടെ പറന്ന് ഈ ലക്ഷ്യം തകർക്കുന്ന സീ സ്വിമ്മിംഗ് മിസൈലുണ്ട്. ഇതാണ് പാകിസ്ഥാൻ പ്രധാനമായിട്ടും ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ തകർക്കുന്ന MRSAM എന്ന് പറയുന്ന മിസൈൽ നമ്മൾ നിർമ്മിച്ചു. അതായത് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ. അതായത് കപ്പലുകളുടെ ഈ അന്തർവാഹിനികളുടെയൊക്കെ റഡാർ, ഇൻഫ്രാറെഡ് സംവിധാനങ്ങളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ജലത്തിന് പാരലായിട്ട് വന്നിട്ട് ഏതാണ്ട് 100 കിലോമീറ്റർ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് വരെ ഉള്ള കപ്പലുകളെയോ അല്ലെ മറ്റ് സംവിധാനങ്ങളെയൊക്കെ തകർക്കാൻ കഴിയുന്നതാണ് ഈ സീ സ്വിമ്മിംഗ് മിസൈൽ എന്ന് പറയുന്നത്. ഇത് പാകിസ്ഥാൻ്റെ കൈവശം ഉണ്ടെന്നുള്ള രീതിയിൽ അവർ ചില പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ നിർമ്മിച്ചത്. ഇതിൻ്റെ പരീക്ഷണവും ഏതാണ്ട് വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ കടലിൽ നിന്നൊന്നും പരീക്ഷണം നടത്തുന്നില്ല. നേരത്തെ നമുക്കറിയാം, പാകിസ്ഥാൻ അവരുടെ കടലോര മേഖലയിൽ നിന്ന് ഒരു മിസൈൽ പരീക്ഷിച്ച ശേഷമാണ് നമ്മൾ അറബിക്കടലിൽ നിന്ന് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലൊക്കെ പരീക്ഷിക്കുകയും വലിയ വിജയം നേടുകയൊക്കെ ചെയ്തത്. അപ്പം നമ്മളുടെ കപ്പലുകളൊക്കെ നിരത്തി വെച്ചിട്ട് ഏത് സമയവും ഏത് തരത്തിലുള്ള ആക്രമണത്തിനും ഞങ്ങൾ സജ്ജരാണെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പോസ്റ്റ് ഇട്ടു. അപ്പോൾ കര വ്യോമ മാർഗം എന്നതിനപ്പുറത്തേക്ക് നാവിക മേഖലയിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കടൽ മാർഗമുള്ള ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടാൽ കടൽ മൈനുകൾ ഉപയോഗിച്ച്, അതുപോലെ സീ സ്വിമ്മിംഗ് മിസൈലുകൾ തകർക്കുന്ന അത്യന്താധുനിക മിസൈലുകൾ ഉപയോഗിച്ച് നമ്മൾ കനത്ത തിരിച്ചടി നൽകുമെന്നുള്ള ഉറപ്പാണ്. ഇനി മറ്റൊരു കാര്യം, ഈ POK മേഖലയിലാണ് ആക്രമണമൊക്കെ നടത്തിയെങ്കിലും ഈ ബാൾട്ടിസ്ഥാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന 72,000 ചതുരശ്ര കിലോമീറ്റർ ഉൾപ്പെടുന്ന ആ പ്രദേശം ഇന്ത്യ ഒരുപക്ഷെ കീഴടക്കിയേക്കാം. കാരണം അഫ്ഗാൻ്റെ വലിയ സഹായം നമുക്കുണ്ട്. അവിടെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യോമതാവളം തജിക്കിസ്ഥാനിലുണ്ട്. തജിക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനൊക്കെ അടുത്താണ്. അതായത് അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും തജിക്കിസ്ഥാനും രണ്ടും അടുത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ തജിക്കിസ്ഥാനിൽ 1990 മുതൽ തന്നെ നമ്മളൊരു സൈനിക സാന്നിധ്യം വരുത്താനായിട്ട് ശ്രമിച്ചു. ഏതാണ്ട് 2000 ആയപ്പോഴേക്കും നമ്മളൊരു എയർബേസ് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി. വാജ്പേയി സർക്കാർ വന്നപ്പോൾ 2002 ഒരു വെൽ എക്വിപ്ഡ് എയർബേസ് നമ്മൾ തജിക്കിസ്ഥാനിൽ
സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ചൈനയ്ക്കും ഈ തജിക്കിസ്ഥാനിലെ എയർബേസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അത്രയും അത്യന്താധുനികമൊന്നുമല്ല. നമുക്ക് വളരെ വിശാലമായ റൺവേ ഒക്കെ ഉള്ള ഒരു എയർബേസ് ആണ്. അപ്പോൾ തജിക്കിസ്ഥാനിലെ എയർഫോഴ്സുമായി സഹകരിച്ചാണ് ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പം ഈ മേഖലയിൽ വക്കാൻ ഇടനാഴിയുണ്ട്. ഈ വക്കാൻ ഇടനാഴി എന്ന് പറയുന്നത് ഈ മധ്യേഷ്യയിലേക്ക് ഇന്ത്യക്ക് കടക്കാനുള്ള അനുകൂലമായൊരു പാതയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ധാരാളം മിനറൽസ്, മെറ്റൽസ്, അപൂർവ ധാതുക്കൾ ഇതൊക്കെയുണ്ട്. അപ്പം നമ്മളൊരു മാനുഫാക്ചറിങ് രാജ്യം എന്ന നിലയിൽ മുന്നേറുമ്പോൾ ഇത്തരത്തിലുള്ള ധാതുക്കളും ലവണങ്ങളും ഒക്കെ കിട്ടുന്നത് നമുക്ക് വളരെ പ്രയോജനമാണ്. അപ്പം തജിക്കിസ്ഥാനിലൂടെ നമ്മൾ ഈ പറയുന്ന ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് ചില സൂചനകൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ പരമ്പരാഗതമായി പ്രതീക്ഷിക്കുന്നത് കിഴക്കൻ മേഖലയിലൂടെ ഇന്ത്യ ഒരു ആക്രമണം നടത്തുമെന്നാണ്. അതായത് തജിക്കിസ്ഥാനിലെ ഫർക്കോർ വിമാനത്താവളം, ഇതാണ് ഈ എയർബേസ് ഉപയോഗിച്ച് നമുക്ക് ആക്രമണം നടത്താം. മറ്റൊരു കാര്യമുണ്ട്, ഈ ഫർക്കോർ എയർബേസ് കേന്ദ്രീകരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാകിസ്ഥാൻ്റെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട യുദ്ധതന്ത്രങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാൻ പറ്റും, അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഈ തജിക്കിസ്ഥാനിലെ നമ്മുടെ കൈവശമുള്ള ഫർക്കോർ എയർബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി ഒരു ആക്രമണം നടത്താൻ ഈ പറയുന്ന താലിബാൻ ഭരണകൂടവും നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പിടിച്ചെടുത്തോട്ടെ എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജനസംഖ്യ കുറഞ്ഞ 13 ലക്ഷത്തോളം ആളുകൾ മാത്രമുള്ള അവിടേക്ക് ഒരു ആക്രമണം നടത്തി കൈപ്പിടിയിൽ ഒതുക്കിയാൽ പാകിസ്ഥാൻ്റെ വലിയൊരു മേഖല കൂടി നഷ്ടമാകുന്ന ഒരവസ്ഥ വരും. മാത്രമല്ല ഈ 2011 ഒസാമ ബിൻ ലാദനെ പിടികൂടാനായിട്ട് അമേരിക്ക ഓപ്പറേഷൻ നടത്തിയത് ഈ തജിക്കിസ്ഥാനിലൂടെയുള്ള ഒരു പിൻവാതിൽ ആക്രമണമാണെന്ന് പറയാം. അന്ന് ഒസാമ ബിൻ ലാദനെ പിടികൂടുകയും പിന്നീട് അയാളെ കൊന്ന് ചാരമൊക്കെ കടലിലൊഴുക്കുകയും ചെയ്തത് ചരിത്രമാണ്. ഇപ്പോൾ ഈ തജിക്കിസ്ഥാൻ മേഖലയിലൂടെ നമ്മൾ കടന്നു കയറിയാൽ 14 വർഷത്തിന് ശേഷവും അവിടെ ഏതാണ്ട് ഓപ്പണായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഡോൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഈ ഫാർക്കോർ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു തുറമുഖമാണ്. ആ രീതിയിൽ ഇന്ത്യയുടെ ഒരു ആക്രമണം വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം പടിഞ്ഞാറൻ അതിർത്തിയിൽ ഈ പ്രതിരോധ ഭാഗത്ത് വലിയ പിഴവുകളുണ്ട് എന്ന് അറിഞ്ഞിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും പരമ്പരാഗതമായി ഇന്ത്യ കിഴക്കൻ മേഖലയിലൂടെ ആക്രമിക്കൂ എന്നുള്ള രീതിയിലാണ് സൈന്യത്തെയൊക്കെ വിന്യസിച്ചിരിക്കുന്നത്. എന്തായാലും സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള എല്ലാ നിർദ്ദേശവും കൊടുത്തുവെന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഇത് പാക് പ്രധാനമന്ത്രിയാണ് പറയുന്നതെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സൈനിക മേധാവിയായ അസിം മുനീർ ആണെന്ന് വ്യക്തമാണ്. കാരണം അസിം മുനീറിന് ഒരു യുദ്ധമുണ്ടാകുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. കാരണം യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനിലെ ജനങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കും. അതായത് ഖൈബർ പഷ്തൂൺഖ മേഖല, ബലൂചിസ്ഥാൻ മേഖല, സിന്ധ് മേഖല തുടങ്ങിയിടത്തെല്ലാം തന്നെ ആഭ്യന്തര കലാപമുണ്ട്. അവിടുത്തെ ആർമിക്ക് അവരെ തടയാൻ കഴിയാത്ത രീതിയിൽ അവർ മുന്നേറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ അവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കണം. അതിനാണ് മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ ഈ പഹൽഗാമുമായി ആക്രമണത്തിന് 2 ദിവസം മുമ്പ് ഈ അസീം മുനീർ വലിയ പ്രസ്താവനയൊക്കെ നടത്തിയത്. ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ഒരു പ്രസ്താവനയൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും ഇത് ആർമി എഴുതി കൊടുക്കുന്നതാണ്. കാരണം ഈ മതവും പട്ടാളവുമാണ് പാകിസ്ഥാൻ്റെ ജീവനാഡികളെന്ന് പറയുന്നത്. എന്തിന്? തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിൻ്റെ നിലപാടുകൾക്ക്, അവരുടെ ഉത്തരവുകൾക്ക് മേതെയാണ് മതത്തിൻ്റെ ഫത്വ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയും തിരിച്ചടിക്കുമെന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും 96 മണിക്കൂറിനപ്പുറത്തേക്ക് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തുമായി യുദ്ധം ചെയ്യാനുള്ള പടക്കോപ്പുകളൊന്നും അവരുടെ കൈവശമില്ല. കഴിഞ്ഞ ദിവസം ചൈന കൊടുത്ത ഒരു യുദ്ധവിമാനം തന്നെ നമ്മുടെ ആകാശ് എന്ന് പറയുന്ന തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ തകർത്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ 21 ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ടാണ് 9 കേന്ദ്രങ്ങളെ ആക്രമിച്ചതെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു. അപ്പോൾ തീവ്രവാദികളെ ആക്രമിക്കുന്ന, ഭീകരവാദികളെ നശിപ്പിക്കുന്ന നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം അജിത് ഡോവൽ എന്ന് പറയുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്യുകയും ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവരടങ്ങുന്ന ഒരു ടീമുമായിട്ട് കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. അപ്പോൾ അത് ഒറ്റഘട്ടം കൊണ്ട് തീർക്കുന്നില്ല. ഇപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുന്നുണ്ട്, പക്ഷേ ഇനിയും അതിന് തുടർച്ചയുണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല, പഹൽഗാമിൽ 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരവാദികളുടെ ക്യാമ്പുകളെ തകർത്ത് തരിപ്പണമാക്കുക. ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇതാണ് നമ്മൾ നടപ്പാക്കിയത്. അതായത് മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരവാദിയെ കൊല്ലുക, അതുപോലെ തന്നെ ഹാഫിസ് സയ്യിദിനെ കൊല്ലുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമായിരുന്നു. ഇപ്പം മസൂർ അസദിൻ്റെ ഏതാണ്ട് കുടുംബാംഗങ്ങൾ 10 പേരിലധികം കൊല്ലപ്പെട്ടു എന്ന് അയാൾ തന്നെ സ്ഥിരീകരിച്ചു. അപ്പം നമ്മളുടെ ആക്രമണം കൃത്യമാണ്. ഇതിനിടയിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം കെട്ടുകഥയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ നാവിക മേഖലയിൽ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ കനത്ത തിരിച്ചടി നൽകാനായിട്ട് നമ്മൾ കടൽ മൈനുകളെല്ലാം സജ്ജമാക്കി വെച്ചു. കൂടാതെയാണ് ഈ പറയുന്ന സീ സ്വിമ്മിങ് മിസൈലുകളെ തകർക്കാനുള്ള
നമ്മുടെ ദീർഘദൂര മിസൈലുകൾ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നു. ചുരുക്കം പറഞ്ഞാൽ നാവിക മേഖലയിൽ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ ഇനിയുള്ള അറ്റാക്ക് മുഴുവൻ ഈ പറയുന്ന നാവികസേനയുടേതായിരിക്കുമെന്ന് നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. കരസേനയും വ്യോമസേനയും മാത്രമേ ആക്രമണം നടത്തിയിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ നാവികസേന തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ വരും മണിക്കൂറിൽ പുറത്തു വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.